ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇത് വളരെ സിമ്പിളും എന്നാൽ കാണാൻ നല്ലൊരു ഗ്രാൻഡ് ലുക്കും ഉള്ളൊരു ഡിസൈനാണ്. ഇത് മിറർ വർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മിറർ വർക്ക് ആരി വർക്കല്ല, സാധാരണ നീഡിൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബീഡ്സ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നെക്കിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആ പാറ്റേൺ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് നെക്കാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ സ്ക്വയറോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റൗണ്ട് നെക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ എന്നിട്ട് ഇവിടെ ഈ ഒരു പാറ്റേണിൽ മിറർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ മിറർ വർക്ക്. ഇത് ഞാനിപ്പോൾ ഇവിടുത്തെ സ്ക്വയർ ആയിട്ടുള്ള മിറർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് ഇവിടെ ഫുൾ വർക്ക് ചെയ്യണേ ഇതുപോലെ. അപ്പോൾ ഇത് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഹിജാബ് ഇടുന്നവർക്ക് കുറച്ചും കൂടെ ഇറക്കി ഇതുപോലെ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ഹൂപ്പിൽ ഇതുപോലെ ഫാബ്രിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു റോക്ക് കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലബ് കോട്ടൺ പോലെയുള്ള അതുപോലെ മെറ്റീരിയലാണ്. അപ്പോൾ റോ സിൽക്ക് പോലെ തോന്നും, എന്നാൽ പ്യുവർ റോ സിൽക്ക് അല്ലാത്ത മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ എന്തെങ്കിലും പൈപ്പിങ്ങോ എന്തെങ്കിലും ചെയ്യാം, അതനുസരിച്ച്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഇതുപോലുള്ള സ്ക്വയർ മിറർ ഉണ്ടല്ലോ, ഇതാ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം ഒരെണ്ണം കാണിക്കാം. ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇതുപോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ രണ്ട് സൈഡും ഒന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്ലൂ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് പോകത്തില്ല. എന്നാലും നമുക്ക് ആ ഡിസൈനിന് വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രീനോട് കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാനൊരു ബ്ലൂ കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ബ്ലൂ കളറിൽ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ കളറിലെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് രണ്ടറ്റവും കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് സൈഡിലായിട്ടാണ് ഞാനത് എംബ്രോയ്ഡറി പോലെ ജസ്റ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. നോർമൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഏത് പോർഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കിലേക്ക് ചെയ്ത് വന്നാൽ മതി. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡ് ഈക്വലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 4 എണ്ണം കൊടുത്തേക്കുന്ന രീതിയിലാണ് രണ്ടിടത്തും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഇളകി പോകത്തില്ല. പിന്നെ ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഉണ്ടായിട്ട് എന്തായാലും പോകത്തില്ല. നല്ല ടൈറ്റായിട്ട് അത് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ചുറ്റുമായിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാൻ പോകും. ബീഡ്സ് നമ്മൾ ഇതുപോലുള്ള ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, അത് ഇതിന് ചുറ്റുമായിട്ട് കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ സൂചി എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്പർ 10 സൈസാണ്. എങ്കിലാണ് ചെറിയ ബീഡ്സ് അതിനകത്തിട്ട് കയറത്തുള്ളൂ.
വലിയ അല്ലാത്ത സൂചി, സാധാരണ നമ്മൾ എടുക്കുന്ന സൂചിയാണെങ്കിൽ അത് കയറത്തില്ല. അപ്പോൾ ചെറിയ സൂചി എടുക്കണം, ബീഡ്സ് കയറുന്ന ടൈപ്പിലുള്ള എടുക്കണം. അപ്പോൾ നമ്പർ 9, 10 ഒക്കെ ആണെങ്കിൽ അതിൽ കയറും. ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇടയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒട്ടും ഇളകി പോകാണ്ടിരിക്കും അത്. ഇനി ഇതുപോലെ 3 സൈഡിലും ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ഇതുപോലെ ഇവിടെ ഫുൾ ചെയ്ത് നമുക്ക് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയല്ലേ, പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ നമുക്കിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തന്നെ പാറ്റേൺ ചെയ്യണമെന്നില്ല, വേറെ റൗണ്ട് നെക്ക് മാത്രമായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സ്ലീവ്സിൽ വേണമെങ്കിൽ ഇതേ എണ്ണം തന്നെ 2-3 കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നെക്കിന് സ്ക്വയറായിട്ട് ചെയ്തിട്ട് അതിന് ചുറ്റുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ താഴേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് പാറ്റേണിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.